സ്നേഹം സത്യമാണെങ്കിൽ കണ്ണകലുമ്പോൾ മനസ്സകലുകയില്ല. അത് എന്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ. സൂരജിനെ മാറ്റി നിർത്തിയ ഞാൻ വിവാഹത്തിന് സമ്മതിക്കുന്ന അവരുടെയൊക്കെ വിചാരം. അതിനുവേണ്ടി എല്ലാ രീതിയിലും ശ്രമിക്കുന്നുമുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. മോളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. നീ മാറില്ലെന്ന് ബോധ്യമാകുമ്പോ ഈ വാശിയും ദേഷ്യവും എല്ലാവരും മറക്കും. നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. ആ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ മുത്തശ്ശ. സൂരജിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതെനിക്കറിയാം. സത്യത്തെയും മോളുടെ അച്ഛനും അമ്മയും കാണിക്കുന്നത് വെറും വാശി മാത്രമാ. അല്ലെങ്കിൽ അവൻ എന്ത് കുറവാ? സൂരജിന് ജോലിയും പണവും ഇല്ലെന്ന ഒരു കാര്യം പറയേണ്ടതില്ല. കാരണം എനിക്കുള്ളതെല്ലാം സൂരജിന് അവകാശപ്പെട്ടതാ. മുത്തശ്ശന് അവരെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? മോളെ, ഞാൻ സംസാരിച്ചതാ. 35 ലക്ഷം രൂപയുടെ കാര്യവും പറഞ്ഞതാ. പക്ഷെ അതൊന്നും അവര് കാര്യമായിട്ട് എടുത്തില്ലല്ലോ. മോള് വിഷമിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കെ. നിങ്ങളുടെ വിവാഹം ഈ മുത്തശ്ശൻ നടത്തും. സൂരജിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോ അവൻ ആഗ്രഹിക്കുന്നത് നിന്നെയാ. ആ കാര്യത്തിലെങ്കിലും ഒരു മുത്തശ്ശന്റെ കടമ ഞാൻ നിറവേറ്റിയിരിക്കും. അത് മതി. പക്ഷേ എന്റെ സങ്കടം അതൊന്നും അല്ല മുത്തശ്ശ. സൂരജിനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര തവണ ഞാൻ ട്രൈ ചെയ്തു എന്നറിയോ? പക്ഷെ സൂരജിന് കിട്ടുന്നേയില്ല. ഞാനും വിളിച്ചിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. എന്റെ പേടി അതൊന്നും അല്ല മുത്തശ്ശ. ഇനി സൂരജ് മനഃപൂർവ്വം ഫോൺ ഓഫ് ചെയ്ത് വെച്ച് എന്നെ ഒഴിവാക്കുന്നതായിരിക്കോ? മോൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ പേടി കൊണ്ടാ ഞാൻ ഈ സംശയം പറയുന്നേ. ഇനി ഇവിടെ നിന്ന് സൂരജ് പോയതും എന്നെ മറക്കാൻ വേണ്ടിയായിരിക്കോ? മോൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്താ എന്നൊന്ന് വിളിക്കാത്ത? സൂരജിന്റെ കോള് ഞാൻ പ്രതീക്ഷിക്കുമെന്ന് മറ്റാരെക്കാൾ അവൻ അറിയാവുന്നതല്ലേ? ഫോൺ വിളിച്ചാൽ കിട്ടാത്ത സ്ഥലത്തായി പോയാൽ എന്ത് ചെയ്യും മോളെ? നിന്നെ മറക്കാൻ സൂരജിനാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നീ അവന്റെ പ്രാണനാണെന്ന് സൂരജ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് മോക്കും അറിയാവുന്നതല്ലേ? എല്ലാവരും പറഞ്ഞു സൂരജിന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോ? അതാണോ ഇപ്പൊ ജോലിക്കെന്ന് പറഞ്ഞു പോയിരിക്കുന്ന എന്നൊക്കെ എനിക്ക് സംശയം തോന്നിപ്പോവാ മുത്തശ്ശ. ഓ മോളെ, എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. നീ ഇപ്പോൾ ഈ സംശയം പറയുന്നത് പോലും അവനോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ. മുത്തശ്ശൻ പറയുന്നതൊക്കെ ശരിയാ. സൂരജിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനവും അവൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ അളവും എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ സാഹചര്യത്തിൽ സൂരജ് എന്തിനാ എന്നെ തനിച്ചാക്കി പോയത്? ഞാൻ അനുഭവിക്കുന്ന ടെൻഷനും വേദനയും സൂരജിന് അറിയായിരുന്നല്ലോ. മോളെ, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവൻ പോയത്. കുറച്ചു ദിവസം അവനിവിടെ നിന്ന് മാറി നിന്നാ രണ്ട് വീട്ടുകാരുടെയും വാശിക്കൊരു അവസാനം ഉണ്ടാവും അവൻ കരുതിയിട്ടുണ്ടാവും. എന്നിട്ടിപ്പോ കണ്ടില്ലേ, അവൻ ഇവിടെ ഇല്ലാത്ത അവസരം മുതലെടുത്ത് അമ്മ എന്റെ വിവാഹം നടത്താൻ നോക്കുന്ന. മോള് സമാധാനിക്കേ. ആരെന്തൊക്കെ വാശി കാണിച്ചാലും ജീവിതം നിങ്ങളുടേതാ. അവിടെ തീരുമാനമെടുക്കേണ്ടതും ജീവിക്കേണ്ടതും നിങ്ങൾ രണ്ടുപേരുമാ. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടെന്നോ അനുസരിക്കേണ്ടെന്നോ ഞാൻ പറയുന്നില്ല. മക്കളുടെ നന്മയെ കരുതി മാതാപിതാക്കൾ അരുത് എന്ന് പറയുന്നത് അംഗീകരിക്കണം. അത് പക്ഷേ അവരുടെ വാശി തീർക്കാൻ വേണ്ടി കാണിക്കുന്ന പിടിവാശിയാവരുത്. സൂരജിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം എന്റെ മനസ്സ് തീരുമാനം മാറില്ല മുത്തശ്ശ. മോളുടെ ഈ തീരുമാനമാണ് ശരി. എല്ലാം നല്ലതായി അവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെന്താ? എല്ലാം സമയമാകുമ്പോൾ ഞാൻ മുത്തശ്ശനെ അറിയിക്കാം. സൂരജ് മുത്തശ്ശനെ വിളിച്ച എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. പറയാം മോളെ, നീ സമാധാനമായിട്ട് വയ്ക്കോ. നിനക്ക് എന്താവശ്യത്തിനും ഒപ്പം ഞാൻ ഉണ്ടാവും. അത് സൂരജിനും അറിയാം. ആ ഒരു സമാധാനത്തിലാവും അവനവിടെ നിൽക്കുന്നതും. ഞാൻ പോവാ മുത്തശ്ശ. മോള് ചെല്ലേ, ഞാൻ മോളെ വിളിച്ചോളാം. ശരി.
മോളെ വിദ്യേ, മോളെന്തോ ഒരു അറിയിപ്പില്ലാതെ പെട്ടെന്ന്. ഞാൻ അങ്കിളിനെ ആന്റിയും കണ്ട് സംസാരിക്കാൻ വന്നതാ. മോള് തനിച്ചാണോ വന്നത്? അതെ അങ്കിളെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോളകത്തേക്ക് വാ. ഇരിക്കും മോളെ. എന്താ മോളെ കാര്യം? എന്താ മോക്ക് പറയാനുള്ളത്? അത് പിന്നെ അങ്കിൾ, ഞാൻ എന്തിനാ ഹരിയേട്ട ഇവളെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തിയത്? വിദ്യ നമ്മളോട് എന്തോ സംസാരിക്കാനാണ് വന്നത്. ബീന വെറുതെ ദേഷ്യപ്പെടാതെ. നീ ഇവിടെ ഇരിക്കേ, അല്ലെങ്കിൽ മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടോ? ഇവളെ സൽക്കരിക്കാനും കുടിക്കാൻ കൊടുക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഹരിയേട്ടൻ വേഗം ഇവളെ ഇവിടുന്ന് ഇറക്കി വിട്. ബീന, വീട്ടിൽ വരുന്നവരോട് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കേ. ആന്റി, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ നിങ്ങൾ രണ്ടുപേരോട് അപേക്ഷിക്കാനാ വന്നത്. ഓ എന്റെ പൊന്നു മോളെ, നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ അമ്മയുടെ അഭിനയവും വിളച്ചിലും ഒന്നും എന്റെ അടുത്ത് നടന്നിട്ടില്ല. പിന്നെ നീ. ഞാൻ ആന്റിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? സൂരജിന് എനിക്ക് ജീവനാ. സൂരജ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെ പിരിക്കരുത്. എന്റെ മകന്റെ ഭാര്യയാകാനേ എന്ത് യോഗ്യത നിനക്കുള്ളത്? നിന്നെ പോലുള്ള ആട്ടക്കാരികള് പല ആണുങ്ങളെയും വലയിലാക്കാൻ നോക്കും. പക്ഷേ ആ കൂട്ടത്തിൽ എന്റെ മകനെ നീ കൂട്ടണ്ട. ഇങ്ങനൊന്നും പറയരുത് ആന്റി. ഞാനും സൂരജൻ സ്നേഹിക്കുന്നത് 100% ആത്മാർത്ഥമായിട്ടാ. പിന്നെ എന്നെ മറക്കാൻ സൂരജിനെ മറക്കാൻ എനിക്കോ സാധിക്കില്ല. എന്റെ മകന് നിന്നെ മറക്കാൻ പറ്റില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലുത് അവന്റെ അമ്മയായ ഞാനാ. ഞാൻ പറയുന്നതേ അവൻ അനുസരിക്കൂ. ബീന വെറുതെ ദേഷ്യം കൊണ്ട് ഓരോന്ന് പറയാതെ വിദ്യ പറയുന്ന കേക്ക്, എന്നിട്ട് മറുപടി പറയും. ഞാൻ എന്തിനാ ഇവള് പറയുന്നത് കേൾക്കുന്നത്? ഇവളും ഇവളുടെ അമ്മയും എന്താണെന്ന് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നെ എന്റെ മകനെയും കണ്ണെടുത്ത കണ്ടുകൂടാത്ത ആളാ ധന്യ. അവള് മകളെ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിലേ അതിന്റെ പിന്നിൽ എന്തായാലും അവൾക്കൊരു ലക്ഷ്യമുണ്ടാവും. അങ്ങനെ അല്ല ആന്റി. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛനും അമ്മയും ആരും അറിഞ്ഞിട്ടില്ല. അമ്മ അറിഞ്ഞ് എന്നെ കൊല്ലും. പിന്നെ നീ എന്തിനാ വന്നത്? ഞങ്ങളാരും നിന്നെ ക്ഷണിച്ചില്ലല്ലോ. നിന്റെ അമ്മയ്ക്കുള്ളതിന്റെ 1000 ഇരട്ടി എതിർപ്പ് എനിക്ക് ഈ വിവാഹത്തോടുണ്ട്. ഞാനും സൂരജ് എന്ത് തെറ്റാ ആന്റി ചെയ്തത്? പരസ്പരം സ്നേഹിച്ചു പോയ ഞങ്ങളെ നിങ്ങൾ എല്ലാവരും കൂടി പിരിക്കുന്നത് എന്തിനാ? മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാകും. എന്ത് ശരിയാവൂന്ന്? ഒന്നും ശരിയാവാൻ പോണില്ല ഹരിയേട്ടാ. ഇനി ഇവൾക്ക് എന്റെ മകനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ, ഇവളുടെ വീട്ടുകാരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ട് വരട്ടെ. അപ്പം നമുക്ക് നോക്കാം. എന്താ ബീന ഇത്? നിനക്ക് സൂരജിനോട് ഉള്ളതുപോലെ തന്നെയല്ലേ ധന്യക്ക് വിദ്യയോടുള്ള സ്നേഹവും? സൂരജിനെ പിരിയാൻ തന്നെ കൊണ്ട് സാധിക്കൂ? ഞാൻ ഇവളെ നിർബന്ധിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്റെ തീരുമാനോ. ആ തീരുമാനം ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ മകനെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിക്കൊണ്ടിരുന്ന ധന്യയോട് ഒരു ബന്ധത്തിനും ഞാനില്ല. എന്റെ സൂരജിന്റെ ഇഷ്ടം കൂടി ഓർത്തിട്ടാ ഞാൻ ഇങ്ങനെ ഒരു പരിഹാരം പറഞ്ഞത്. ഇവൾക്ക് ഇവളുടെ വീട്ടുകാർ വേണോ സൂരജ് വേണോന്ന് ഇവള് തീരുമാനിക്കട്ടെ. ഞാൻ ഇറങ്ങും അങ്കിൾ. മോളെ, മോള് വിഷമിക്കാതെ, ഞാൻ ബീനയായിട്ട് സംസാരിക്കാം. അങ്കിൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. സൂരജിനെ മറന്നൊരു ലൈഫ് എനിക്കുണ്ടാവില്ല. മോളെ, ഈ കാര്യത്തിൽ എനിക്കും പരിമിതികളുണ്ട്, മോക്കറിയാവല്ലോ. ഏതായാലും എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. ഇപ്പൊ മോള് വയ്ക്കോ. മോളെ കാണാതെ അമ്മയും മുത്തശ്ശിയൊക്കെ വിഷമിക്കുന്നുണ്ടാവും. സമാധാനമായിട്ട് ചെല്ലും മോളെ. അങ്കിൾ, സൂരജ് പോയ ശേഷം എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സൂരജ് എന്നെ വിളിക്കുന്നുമില്ല. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് സൂരജ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ബീനയും പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ശരിക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആദർശിനെ അറിയൂ. ശരി അങ്കിൾ, ഞാൻ അന്വേഷിച്ചോളാം. കുറച്ചു മുമ്പ് വിദ്യ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞു.
ഇല്ല, ഒരുപാട് താമസിക്കില്ല ആദർശേട്ടാ. വിദ്യ ഇപ്പൊ തന്നെ വരൂന്നാ പറഞ്ഞത്. ഞാൻ വിദ്യയെ കാത്തു നിൽക്ക. ആ, വിദ്യ എത്തി. സംസാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. ശരി ആദർശേട്ടാ. ഞാൻ കാണുമെന്ന് പറഞ്ഞത് മീരയ്ക്ക് ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല, ആദർശേട്ടൻ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു വിളിച്ചതാ. വിദ്യയെ കാണാൻ നിൽക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ മീര. ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ചുറ്റും നടക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല. ആരെയും പിണക്കാതിരിക്കാനാണ് മീര ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തതെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും കയ്യിൽ നിന്ന് നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ട് മീര എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മീര എന്താ ഒന്നും മിണ്ടാത്തത്? വിദ്യയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാൻ എനിക്കിപ്പോ സാധിക്കില്ല. അതാ ഞാനൊന്നും പറയാത്തെ. ഇതിനിപ്പോ ഒരു സൊല്യൂഷൻ ചോദിക്കാനല്ല ഞാൻ വന്നത്. അത് മീരയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇത്രയും ദിവസം സൂരജ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ചുറ്റും സംഭവിക്കുന്ന എതിർപ്പുകളെ അവഗണിക്കാൻ എനിക്കൊരു പ്രശ്നം തോന്നിയിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സൂരജിനോട് സംസാരിക്കുന്ന അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് സൂരജിന്റെ ജോലിക്കായി നിങ്ങൾ ബാംഗ്ലൂർക്ക് അയച്ചത്. അതിനുശേഷം ഒരു കോള് പോലും എനിക്ക് സൂരജിൽ നിന്ന് വന്നിട്ടില്ല. തിരിച്ചു വിളിച്ച കോള് കിട്ടുന്നുമില്ല. സൂരജ് എവിടെയാണ്? എന്താ സൂരജിനെ വിളിക്കാത്തത്? എന്താ സൂരജിന്റെ അവസ്ഥ? അങ്ങനെ 100 ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങളെങ്കിലും മീര എനിക്ക് തന്നേ പറ്റൂ. വിദ്യ, സൂരജ് നമ്മുടെ പ്രൊജക്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത്. കർണാടകയിലെല്ലാം നമുക്ക് 4-5 പ്രൊജക്ടുകളുണ്ട്. അതിലേതാണ് ആദർശേട്ടൻ സൂരജിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനത് ആദർശേട്ടനോട് ചോദിച്ചിട്ട് വിദ്യയോട് പറയാം. പ്ലീസ് പെട്ടെന്ന് തന്നെ അതെന്നോട് പറയണേ. ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ചോദിച്ചിട്ട് വിദ്യയെ ഞാൻ വിളിക്കാം. ഉറപ്പായിട്ടും വിളിക്കാം വിദ്യയെ. ഞാൻ മീരയുടെ വീട്ടിൽ പോയിരുന്നു. അയ്യോ, ബീനാമ്മ? ബീനാന്റി പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ സൂരജിന്റെ കാര്യം മാത്രം എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. പ്രോപ്പറായി ഒന്നും എനിക്ക് ചോദിക്കാനും കഴിഞ്ഞില്ല. അതാ മീരയെ കാണാൻ തീരുമാനിച്ചതും വിളിച്ചതും. മീര ഇപ്പൊ സൂരജിന്റെ സഹോദരി മാത്രമല്ലല്ലോ, എംപ്ലോയർ കൂടിയല്ലേ. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മീരയിൽ നിന്ന് അറിയാൻ കഴിയുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ബീനാന്റി പറഞ്ഞിട്ടായിരിക്കും സൂരജിനെ ഇവിടെ നിന്ന് മാറ്റിയതല്ലേ? അങ്ങനെയല്ല, പുറത്തുള്ള സൈറ്റുകളിലെല്ലാം കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ആദർശേട്ടൻ എല്ലാം കൂടി ഒരേ സമയം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ സൂരജിനെ അവിടേക്ക് അയച്ചത്. ആദർശേട്ടന് ഹൈദരാബാദിലെ കാര്യങ്ങൾ അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ കമ്പനിയിലെ കാര്യങ്ങളല്ലേ? അതെ, എനിക്ക് സൂരജിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ഈ പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ എന്താ സൂരജിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ വിദ്യ, കർണാടകയിലെ ഏത് ഭാഗത്തുള്ള പ്രൊജക്റ്റിലാണ് സൂരജ് എന്ന് എനിക്കറിയില്ല. പൊതുവെ നമ്മൾ ബാംഗ്ലൂർ എന്നൊക്കെ പറയുമെങ്കിലും അവിടുന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള എവിടെയെങ്കിലും ആണോ എന്നും എനിക്കറിയില്ലല്ലോ. എന്തായാലും ഞാൻ ആദർശനോട് ചോദിച്ചിട്ട് ഇന്ന് തന്നെ വിദ്യയെ വിളിക്കാം. സൂരജ് സേഫ് ആണെന്ന കാര്യത്തിൽ മീരയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ആ കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. സൂരജിന് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ മീര, ഇത് വല്ലാത്തൊരവസ്ഥയാ. ഈ വീർപ്പുമുട്ടൽ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒന്നാ. ആരും കൂടെയില്ലാത്ത അവസ്ഥ. എല്ലാവരും അവഗണിക്കുന്നു. സൂരജിന്റെ മുത്തശ്ശൻ മാത്രമാ ഒരു ആശ്വാസവാക്കെങ്കിലും പറഞ്ഞ് കൂടെ നിൽക്കാനുള്ളത്. എല്ലാവരും ഇങ്ങനെ എതിർക്കാനും മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തതെന്ന് എനിക്കറിയില്ല. രണ്ടുപേരും സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? നിങ്ങൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളെല്ലാം ഇനിയും ഞാൻ പറയാതെ തന്നെ വിദ്യയ്ക്ക് അറിയാവുന്നതാ. അതെല്ലാം മാറാൻ ഒന്നുകിൽ പ്രാർത്ഥനയോടെയും ക്ഷമയോടെയും കാത്തിരിക്കുക, അല്ലെങ്കിൽ എല്ലാം മറക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇതിങ്ങനെ പറയാൻ എന്ത് എളുപ്പമാണെന്നോ? എനിക്കറിയാം വിദ്യ, പക്ഷെ മറ്റൊരു വഴിയും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. സാരമില്ല, ഇനി വെറുതെ അതൊക്കെ പറഞ്ഞു നിന്ന് മീരയുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. വീട്ടിൽ ചെന്ന് ആദർശേട്ടനോട് സംസാരിച്ചിട്ട് മീര എന്നെ വിളിച്ച് വിവരം പറയണം, മറക്കരുത്. ഇല്ല, ഞാൻ വിളിച്ചോളാം. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. വിദ്യ എങ്ങനെയാ വന്നേ? ഓട്ടോയിലാ. ആ, എന്നാ ഞാൻ സ്റ്റാൻഡിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാം. എന്റെ കാർ അപ്പുറത്താ, വാ.
ബീനയാണല്ലോ. ഇവളെന്തിനാ എന്നെ വിളിക്കുന്ന? ഇനി മകന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കാൻ വിളിക്കുന്നതായിരിക്കോ? ഹലോ, നീ ജീവനോടെ ഉണ്ടോ? എന്താ എന്റെ ഫോണിലേക്ക് വിളിച്ച് വൃത്തിയോട് പറയുന്നോ? വൃത്തികേട് കാണിക്കുന്നത് ഞാനല്ല, നീ നിന്റെ മകളുവാ. എന്റെ മോളെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടി? നാണം കെട്ട നിന്റെ മകനാ എന്റെ മോളുടെ പിന്നാലെ നടന്ന് അവളെ വളച്ചെടുത്തത്. ആര് വളച്ചെടുത്തുന്ന്? എന്റെ മോനോ? എന്റെ മകൻ പിന്നാലെ നടക്കാൻ നിന്റെ മകൾ എന്താ ദേവതയാണോ? അതേടി, എനിക്ക് എന്റെ മകള് ദേവതയാ. എങ്കിലേ ദേവതയുടെ അമ്മ ദേവതയോട് പറയണം, ഇനി മേലാൽ എന്റെ വീടിന്റെ പടി കയറരുതെന്ന്. അതിനാരാ നിന്റെ വീട്ടിൽ വന്നത്? നിന്റെ മോള്. എന്താ നാവിറങ്ങിപ്പോയോ? ഇന്ന് നിന്റെ മകൾ ആ ആട്ടക്കാരി എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്റെ മകനെ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് എന്റെ കാല് വീണ് അപേക്ഷിച്ചു. നാവിന് എല്ലില്ലാന്ന് കരുതി തോന്നിയസം വിളിച്ച് പറയരുത്. ആരടി തോന്നിവാസം പറഞ്ഞത്? അത് കാണിക്കുന്നത് നീയും നിന്റെ മകളുവാ. മകൾക്ക് വേറെ വിവാഹം ഒന്നും നടക്കില്ലെന്ന് ഉറപ്പായപ്പോ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും അവളെ. അങ്ങനൊരു ഗതികേട് വന്നാലേ ഞാൻ എന്റെ മോളെ ഏതെങ്കിലും പുഴയിൽ കെട്ടി താഴ്ത്തിക്കൊള്ളാം. എന്നാലും നിന്റെ പഠിക്കലേക്ക് അയക്കില്ലേ? കൊള്ളാം, നിന്റെ വർത്തമാനം നന്നായിരിക്കുന്നു. ഒരു വശത്തുകൂടി മകളെ വേഷം കെട്ടിച്ച് വിട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ നാടകം കളിക്കുന്നു. എന്തായാലും കൊള്ളാം. നീ അധികം നെകളിക്കരുത്. വിശപ്പ് മാറ്റാൻ പോലും ഗതിയില്ലാതെ നടന്ന സമയത്ത് നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് ഞാനാ. എനിക്ക് നീ ആവശ്യത്തിന് പകരം തന്നു. ഇപ്പൊ നിന്റെ ഒരു പണിയുമില്ലാത്ത ക്രിമിനലായ മകനെ കൊണ്ട് എന്റെ മകളെ വശീകരിച്ചെടുത്തിട്ട് എന്നോട് ചിലക്കുന്നോ? വശീകരിച്ചെടുക്കാൻ എന്നിന്റെ മകൾ ആരാ? എന്ത് ഗുണമടി അവൾക്കുള്ളത്? വർഷം കുറെ ആയല്ലോ മകൾക്ക് കല്യാണം ആലോചിച്ച് നടക്കുന്നു. എന്താ നടക്കാത്തത്? എന്റെ മകൻ നടക്കുന്ന വഴിയെല്ലാം പുറകെ നടക്കുന്നത് നിന്റെ മകളാ. അവളെ പേടിച്ചിട്ടാ എന്റെ മോൻ നാട് വിട്ടത്. എന്നിട്ടും ആ നാശം പിടിച്ചവള് വിടുന്ന മട്ടില്ല. എന്റെ മകനെ കിട്ടിയില്ലെങ്കിൽ ചത്തുകളയോന്ന് അവള് പറഞ്ഞത്. നിന്റെ മകനെ കല്യാണം കഴിച്ച് ജീവിതം നശിപ്പിക്കുന്നതിലും നല്ലതേ അത് തന്നെയാ. പിന്നെ നീ പറയുന്ന നുണ അത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ വിദ്യ ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് വരില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത കുട്ടിയല്ല അവള്. ആണോ? നിനക്ക് സംശയം ഉണ്ടെങ്കിലേ നീ ഹരിയേട്ടനെ വിളിച്ചൊന്ന് ചോദിക്കേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളുണ്ടെങ്കിൽ ഹരിയേട്ടൻ പറയട്ടെ. പിന്നെ ധന്യേ, നിന്റെ മകൾ വന്ന് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? നിന്നെയും നിന്റെ കുടുംബവും ഉപേക്ഷിച്ച് എല്ലാ ബന്ധവും അറുത്തുമാറ്റി ഇങ്ങോട്ട് വരാം, അവളെ ഞങ്ങളെ സ്വീകരിക്കണം എന്ന്. നീ എന്താ മിണ്ടാത്തത്? നിന്റെ നാവിറങ്ങിപ്പോയോ? നീ എനിക്ക് വിവാഹം നടത്തി തന്നു പറഞ്ഞല്ലോ, ആ സ്നേഹം കൊണ്ട് പറയാന്ന് കരുതിക്കോ. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും കോന്തനെ കണ്ടെത്തി മകൾക്ക് കല്യാണം നടത്തി കൊടുത്തു. അല്ലെങ്കിലേ മോള് ആൺപിള്ളേരുള്ള വീട്ടിലെല്ലാം കയറി ഇറങ്ങി രക്ഷിതാക്കളുടെ കാല് പിടിച്ച് നടക്കും. അതിന് നിന്റെ ചോര അല്ല അവള്. നിന്നെ പോലെ അധപ്പതിച്ച പ്രവൃത്തി എന്റെ മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. സ്വന്തം ഭർത്താവിന് സ്വൈര്യം കൊടുക്കാതെ കൊലയ്ക്ക് കൊടുത്തവളല്ലേ നീ? എന്നിട്ട് ഞാനൊരു ആലോചനയും കൊണ്ട് വന്നപ്പോ അതിൽ ചാടിയങ്ങ് വീണു. എന്നിട്ട് എല്ലാം മകന് വേണ്ടി ചെയ്തതാണെന്ന അഭിനയവും നാടകവും. അങ്ങനെയാണെങ്കിലും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിന്നെയും നിന്റെ മകളെയും പോലെ ഞാൻ ഒരു വീട്ടിലും കയറി ഇറങ്ങി നടന്നിട്ടൊന്നുമില്ലല്ലോ. ഇടി, നീ പറഞ്ഞതിനൊക്കെ നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. ധന്യയുടെ വാക്ക. നിന്റെ വാക്കൊന്നും ഇനി അധികം ഏൽക്കില്ല എന്ന് തോന്നുന്നു. നിന്നെ നിന്റെ മകള് തന്നെ തോൽപ്പിക്കും. അതിനായിട്ടേ ഇനി അധികം താമസമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വെക്കുക. എന്നെ ഇവളുടെ മുന്നിൽ നാണം കെടുത്തിട്ട് ഇവളിത് എവിടെ പോയി കിടക്ക? നാശം പിടിച്ചവള് വരട്ടെ. താൻ ആരോടോ ഫോണിൽ ദേഷ്യത്തിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. അത് ഞാനാ ധന്യെ വിളിച്ച് അവളുടെ മകൾ ഇവിടെ വന്ന കാര്യം പറഞ്ഞതാ.
എന്തിനാ ബീന അതൊക്കെ വിളിച്ച് ധന്യോട് പറഞ്ഞത്? വിദ്യ സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യം മറന്നുപോയോ? എന്ത് കാര്യം? അമ്മയെ അറിയാതെയാണ് വിദ്യ മോള് വന്നതെന്നും അതറിഞ്ഞ അമ്മ കൊല്ലൊന്നും പറഞ്ഞത് ഓർമ്മയില്ലേ? ഹരിയേട്ട, അതൊക്കെ അവള് വെറുതെ പറയുന്നതാ. ഇത്തരക്കാരൻ നാക്കെടുത്ത നുണയെ പറയൂ. അവർക്ക് വലുത് അവരുടെ നിലനിൽപ്പാ, അവരുടെ ലക്ഷ്യങ്ങളാ. അതൊക്കെ നേടാൻ അവർ എന്ത് വേണമെങ്കിലും പറയും. വിദ്യമോക്ക് എന്ത് ലക്ഷ്യമാണെന്നാ താൻ പറയുന്നത്? സൂരജിനെ കല്യാണം കഴിക്കുന്ന കാര്യമാണോ? അതെ, അത് തന്നെയാ. ബീനെ, സൂരജിനെ കുറിച്ച് താൻ പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്ക്. നമ്മുടെ മോൻ നമുക്ക് നല്ലവനും പ്രിയപ്പെട്ടവനും ഒക്കെ ആയിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനല്ല.